ഇത് മറ്റേ പരന്ന മീനല്ലേ? ആവോലി. കത്തിപ്പാര. ഇത് വെച്ചിട്ട് നമുക്ക് നെയ്മീൻ പൊരിച്ചുണ്ടാക്കാം, നെയ്മീൻ കറി ഉണ്ടാക്കാം, തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാം, എന്തോ വേണേ. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? വാടി. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ വാടി കടപ്പുറത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം വാടി ഹാർബറിലാണ്. ഇപ്പൊ കുറേ നാള് എന്തായിരുന്നു? കുറേ നാള് മീനൊന്നും ഇല്ലായിരുന്നു, കടൽ ക്ഷോഭം അല്ലടി. കുറേ നാൾ ട്രോളിംഗ് ആയിരുന്നു. ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് ബോട്ടുകളൊക്കെ പോയി തുടങ്ങി. കടൽക്ഷോഭം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ മീനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മീൻ വന്ന് കാണുമെന്ന് ചാകര വന്നേന്ന് ഇങ്ങനെ അറിഞ്ഞ് അല്ലേ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കൊല്ലം ഹാർബറിന്റെ അടുത്തുള്ള വാടി കടപ്പുറത്ത് വന്നു കേട്ടോ. അപ്പുറത്താണ് വാടി ഇതൊക്കെ ഉള്ളത്, വാടിയിലെ പോർട്ട്. അതായത് എന്താ പറയാ, മീനൊക്കെ വരുന്ന സ്ഥലം. എങ്ങനെയുണ്ട്? നീ കപ്പലൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് കപ്പല്? ഇല്ല, കേറ്റുന്ന കപ്പലല്ല ഇത്. ഇത് ചരക്ക് കപ്പലാണ്. ഇത് നമ്മുടെ കൊല്ലം പോർട്ടിലുണ്ടോ 1, 2, 3 കുറേ കപ്പലടപ്പുണ്ട് കേട്ടോ. ബോട്ടും കപ്പലും ഇതൊക്കെയാണ് വള്ളങ്ങൾ, ചെറിയ വള്ളങ്ങൾ. ഇതിനകത്താണ് മീൻ പിടിക്കാൻ പോകുന്നത്. അറിയാമല്ലോ എനിക്ക്. അപ്പോൾ അപ്പുറത്തായിട്ടാണ് നമ്മൾ ഇന്ന് മീൻ വാങ്ങാൻ പോകുന്നത്. മീൻ വാങ്ങുമല്ല, മീൻ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പറ്റുമെങ്കിൽ മേടിക്കാം അല്ലേ? നമ്മളിപ്പോൾ ഹാർബറിൽ വന്നു കേട്ടോ. ഫുള്ള് തിരക്കാണ്. ഏതാ വലിയ മീനല്ലേ? കേട്ടോ, എല്ലാം മീനെ ഇഷ്ടംപോലെ മീൻ വന്നു കേട്ടോ. ഇപ്പോൾ ഹാർബറിൽ ചാകരയാണ്. പോയി നോക്കാം. ഒരെണ്ണം 10,000 രൂപ ഇതിന്. ഇതിനോ? ഏത് മീനത്? ഇതിനോ? നെമ്മീനായത്? ഓക്കെ, നെമ്മീനാണ്. ഇത് 10 കിലോ കാണും. 10,000 രൂപ കേട്ടോ. ഒരെണ്ണം 1000 രൂപ അല്ല, പക്ഷേ 1 കിലോ 1000 രൂപ. 1 കിലോ 1000 രൂപ. അപ്പോൾ അങ്ങോട്ട് ഇവിടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് നമ്മളെ വാടി ഹാർബറിൽ. എങ്ങനെയുണ്ട് ഇതിനൊക്കെ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? 10,000 രൂപയുടെ മീൻ ആദ്യമായിട്ട് 10,000 രൂപയുടെ മീൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതിന് ഇത് ഇത്രയും കണ്ണു തുറക്കണ്ട. ഞാൻ കാണിച്ചത് എവിടെ ഉണ്ടോ വള്ളത്തിലിങ്ങനെ മീൻ വരും. ലേലം വിളി തുടങ്ങിയിട്ടുണ്ടോ? അവിടെ ബോട്ടിലൊക്കെ മീൻ വന്നുണ്ടോ? അത് ബോട്ടിൽ മീൻ വരുന്നത് ചാകര വരുന്നതാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ? വള്ളത്തിൽ വന്ന് കൊണ്ട് ഇറക്കിയിട്ട് ഇതിൻ്റെ മേളിലോട്ട് കൊണ്ടുപോകും. അതാണ് പരിപാടി. ഉണ്ടോ? ശംഖൊക്കെ ഉണ്ട്. വള്ളം വന്നു തുടങ്ങി. നമുക്ക് ലേലം വിളിക്കുന്നതാണോ? ലേലം വിളിക്കാൻ ഏതാ? എടുത്തോ. അതൊന്നും എടുക്കണ്ട, നീ ശംഖൊന്നും എടുക്കണ്ട. മീൻ നോക്കാനല്ലേ വന്നേ? എന്താ ജീവനൊന്നുമില്ല, അതൊക്കെ ചത്ത ശംഖ. അപ്പൊ നമ്മൾ മീൻ നോക്കാമല്ലോ അപ്പുറത്തോട്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഓരോരോ മീനുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെ ഓരോരോ മീൻ കിടക്കുന്നില്ല തറയിലൊക്കെ അല്ലേ? ഇതും അത് തന്നെ കേട്ടോ, നെമ്മീൻ. നീന്തി വന്നതെന്നല്ല, കൊണ്ടിട്ടതാ. ഹെവി സാധനല്ലേ? ഓ, ആതിരക്കാണ് കണ്ടിട്ട്. നീ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് നമുക്ക് നെയ്മീൻ പൊരിച്ചുണ്ടാക്കാം, നെയ്മീൻ കറി ഉണ്ടാക്കാം, തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാം, എന്തോ വേണേ. ഇനി മീന് വരാനുണ്ട് കേട്ടോ. ബോട്ടുകൾ വരാനുണ്ട്. സമയമായി വരുന്നേ ഉള്ളൂ. ഓരോരോ ബോട്ടായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ 1-2 മീനുകൾ നമ്മൾ കണ്ടോളൂ. ഇതുണ്ടോ? ഇതാണ് ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? മീനല്ല, വള്ളം വരാൻ വേണ്ടി. വള്ളം തന്നെ, വള്ളത്തിൽ മീൻ. ചാകര വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കടലോരത്ത് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ഈ സമയത്താണ്, ഉച്ച സമയത്താണ് വാടി കടപ്പുറത്ത് കൊല്ലം വാടിയിൽ ഉച്ചയ്ക്കാണ് ഇവിടെ മീൻ വരുന്നത്. വെയിലില്ലാന്ന് പറഞ്ഞാൽ ഇന്നൊരു മഴയുടെ ലക്ഷണമുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കാണ് ഇവിടെ മീൻ വരുന്നത്. ഇപ്പം 2 മണിയായിട്ട്, 2 മണി സമയത്താണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ മീൻ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വരുമോ. ഒരു വള്ളം ദൂരെ നിന്ന് വരുന്നുണ്ടോ? നമ്മൾ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ വള്ളം വരുന്നുണ്ടോ? നീ ഇതൊരു വെള്ളം വരുന്നുണ്ടോ? ഇതിനെ ബോട്ട് വള്ളം ഇങ്ങോട്ടോ കയറിയോ? നേരെ മേളിലോട്ട് കയറി വരും. അത് കണ്ടോ? മേളിലോട്ടല്ല, കുറച്ചൊക്കെ കയറി വരും. ഒന്നുമില്ലേ? ഉണ്ട്, മീനുണ്ട്. വെള്ളത്തിൽ ഇറങ്ങിയ ഷൂ എല്ലാം നാശം. എന്താ കേട്ടോ അത്? മീൻ ചെമ്മീനോ? അല്ല, ചീലാവ്. കാണണേ വാ. കൊണ്ട് നിറക്കും. ചീലാവ്. അമ്മ വന്നല്ലോ.
ഇത് ചീലവാട്ടോ. ഇനി വരത്തില്ല കേട്ടോ, ഇനി വെള്ളം വരത്തില്ലേ? ആണല്ലേ, അതിനടുത്ത് വരുന്നുണ്ട്. ഇത് ചീലാവും. എല്ലാത്തിനകത്ത് തന്നെ ആയിരിക്കും അല്ലല്ലേ? മാറ്റം ഉണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. കടൽ കണ്ടിട്ടുണ്ട് നല്ലത്, ഇതൊന്നും കണ്ടില്ല. അതിന് അങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് പോകാം. അപ്പോൾ അടുത്ത വെള്ളം വരുന്നുണ്ട്. ഇത് നമ്മളെ ഇവിടുത്തെ സുഹൃത്തും കൂടെയാണ് കേട്ടോ. അയ്യോ, നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ വെള്ളം വരുന്നത്. അതിനകത്തൊന്നും ഇല്ലേ, വെറും വലയാണത്. ഉണ്ടാടി 4-5 മീനേ ഉള്ളു. ഇതാണ് ചാകര എന്ന് പറഞ്ഞിട്ടൊന്നും കണ്ടില്ല. ഇത് തന്നെ നേരത്തെ കണ്ട ചീലാവ് തന്നെ. ചീലാവ് പാര പാര കോരയാണ് കോര മീൻ. ഇത്രേ ഉള്ളു കേട്ടോ. അപ്പുറത്തുണ്ട്. ഇത് അടുത്ത് വരുന്നുണ്ടോ? ഇങ്ങനെ ചകയായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അങ്ങോട്ടോ കൂടി വരുന്നുണ്ടോ? അവിടെ ദൂരെ നോക്കി. അതിനകത്ത് കുറച്ച് മീനേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും ബോട്ടുകൾ ഇങ്ങനെ വന്നു. ഇങ്ങനെ ബോട്ടുകളായിട്ട് ഓരോന്നോരോന്ന് വന്നോണ്ടിരിക്കുക. പക്ഷെ അത് നമ്മൾ കണ്ടില്ല. നമ്മൾ എത്തുന്നതിന് മുമ്പേ നെമ്മീൻ വന്നായിരുന്നു. ഇതായിട്ട് ശീലാവ്. നമ്മൾ ലേറ്റായി പോയി. 2000 രൂപ. ഇത്രയും മീന് 2000 രൂപ. 20 എന്ന് പറഞ്ഞാൽ 2000 അല്ലേ? ജീവനുണ്ടോ? എന്താ അതിന്റെ പേരെന്താ വെച്ചാൽ? കുടുംബം എന്നല്ല, മീനാ. അതുകൊണ്ട് ആ ചേട്ടനെ പറയാമോ? അത് വെറൈറ്റി മീനാണ്. അത് നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് അങ്ങോട്ട് കുടുംബല്ല, അതാ കൊണ്ടുപോകും. ഒരു വെറൈറ്റി മീൻ കണ്ടു കേട്ടോ. അത് പോയി, അങ്ങ് കൊണ്ടുപോയി. അങ്ങ് പോയടി. അതെടുത്തോണ്ട് ഓടിയായി പുള്ളിക്കാരൻ. വെറൈറ്റി മീനാണ്. 1000 രൂപ. ഇതിന് 1000 രൂപയുടെ മീനുണ്ടോ? ഇതെന്താ അതിന്റെ പേര്? തെരണ്ടി. 1000 രൂപയുടെ തെരണ്ടിയാണ് കേട്ടോ. ആണോ തെരണ്ടി വാല? ഓക്കെ. ഇതാണല്ലോ വെളച്ചിലെടുക്കുമ്പോൾ ഊരി അടിക്കുന്ന സാധനം. 1000 രൂപയ്ക്ക് ചേട്ടൻ മേടിച്ചേട്ടോ. ഇത് എങ്ങനെ ഇതുവരെ കഴിച്ചിട്ടല്ല. നോക്കാല്ലേ ചേട്ടാ, ഒന്ന് കാണിച്ചു ചേട്ടാ. അത് ഫോട്ടോ എടുക്കാനല്ലേ? ഇതുണ്ടോ ചേട്ടാ? ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ. കൊണ്ടുപോകണോ? അതവിടെ മേടിച്ചിട്ടിരിക്കുക. അമ്മ ഇനി കണ്ടോണ്ട് 1000 രൂപയുടെ നമ്മള് 1000 രൂപയ്ക്ക് ലേലം പിടിച്ച് തെരണ്ടിയാണ്. കണ്ണൊക്കെ കാണാം കേട്ടോ. വലിയ കണ്ണും നല്ല പരന്നിരിക്കുന്ന. ഈ വാലാണ് മറ്റേ അടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്, തെരണ്ടി വാല്. എന്താടി വാല് വേണ്ട, എടുത്താലോ നിന്നെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കാമല്ലോ. വെള്ളത്തിലെടുക്കുമ്പോഴേ. അതാ തെരണ്ടി വാല്. നല്ല നീളമുണ്ടല്ലേ വാലിന്? വാലിന് മുള്ളാണോ? മറ്റേ നെമ്മീനും തെരണ്ടി. മുറിച്ചെടുത്താലോ? വാലങ്ങ് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മീൻ വിശേഷങ്ങൾ. കേട്ടോ, ഓരോരോ പേര് ലേലം വിളിച്ചിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ലേലം വിളിച്ചിട്ട് വണ്ടിക്കകത്തോട്ട് കയറ്റി. ഇവിടുന്ന് ഫുള്ളി കൊല്ലമാണ് മെയിൻ. അതിൽ ഉച്ചയ്ക്കാണ് വാടിയിലും. ബാക്കി രാവിലെയാണ് നീണ്ടകര, ഇവിടെ ഉച്ചയ്ക്ക്. ഇന്നും ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലേലം വിളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ മീനൊക്കെ കേട്ടോ. ഞങ്ങൾ മീൻ ചെറിയ 100 രൂപയ്ക്കൊക്കെ മേടിക്കണ്ടു. അധികമൊന്നും നമ്മൾ മേടിക്കുന്നില്ല. ഇത് മറ്റേ പരന്ന മീനല്ലേ? കത്തിപ്പാര. അപ്പോൾ എന്താ നമ്മളെ വാടി കടപ്പുറത്ത് ഇങ്ങനെ മീനിൻ്റെ പരിപാടി നടക്കുവാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ മീൻ ഭയങ്കര കുറവാണ് അല്ലേ? നിനക്കറിയത്തില്ല, ഇതിനു മുമ്പ് നീ വന്നിട്ടൊന്നുമില്ല. അതൊക്കെ പറയണ്ട. മീൻ പഴയതിനേക്കാളും കുറവാണ്. ഇന്ന് അത്ര വലിയ ചാകരയൊന്നും പറയില്ല. എന്തായാലും അത്യാവശ്യം ചെറിയ മീനുകളൊക്കെ ഉള്ളൂ. വലിയ മീൻ വന്നിട്ട് പോയായിരുന്നല്ലോ നെമ്മീൻ. എന്താ ഇതിൻ്റെ? അതെ, ഞങ്ങളിത് ഇവിടെ ഒരു ചെറിയ വള്ളത്തിൽ നിൽക്കുക. 10,000 രൂപയുടെ മീൻ അല്ലേ? 10,000 രൂപയുടെ മീനുണ്ട്. നിനക്കിപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ ദിവസമായില്ലേ കൊല്ലത്ത് കിടന്ന് കറങ്ങുന്നത്. നിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കൊല്ലം എങ്ങനെയുണ്ട്? കൊല്ലം
കൊല്ലം ചെങ്ങന്നൂർ പോലല്ല. അതാ എന്താ പറയണ്ട, ഇവിടെ കടലുണ്ട്, കായലുണ്ട്. ഓ തുടങ്ങി. അത്രേ ഉള്ളല്ലേ? കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ടല്ലോ, അതുപോലെ കൊല്ലത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകത. സ്വന്തം നാടിനെ വിട്ടുകിടക്കത്തില്ലട്ടാ, അതാ സംഭവം. അവരവരെ നാടാണല്ലോ അവരവർക്ക് വലുത്. അപ്പോൾ എന്താ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും നമ്മൾ ആദരക്കുട്ടിയൊക്കെ ആയിട്ട് അപ്പുറത്തിന് ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ഹൗസിൽ നമ്മൾ ഇപ്പം പോകുന്നില്ല, സമയം ഇല്ല, ഇപ്പം പോകുന്നില്ല. ലൈറ്റ് ഹൗസിൽ പിന്നെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. ലൈറ്റ് ഹൗസ് നമ്മൾ പിന്നെ പോയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഇവിടെ കൊല്ലത്ത് തന്നെയാണ്, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇനി നമുക്ക് തിരിച്ച് കൊല്ലം ബീച്ചിൻ്റെ അതുവഴി അങ്ങ് പോകാം. എന്ന് വെച്ചാൽ ചെറിയൊരു കറക്കമായിരുന്നു കേട്ടോ, നല്ല രസമാണ്. നിങ്ങൾ തന്നെ ആയാലും എന്താ പറയുക, അതായത് ഒരു ദിവസം ഉച്ചയ്ക്കൊക്കെ ചുമ്മാ ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം. ഈ കൊല്ലത്തുള്ളവരാണെങ്കിൽ ഈ വാടി കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ ഭയങ്കര രസമാണ്, ഇങ്ങനെ മീൻ വരുന്നതും. ഒന്നും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വന്നതൊക്കെ നോക്കാൻ തന്നെ രസം കേട്ടോ. അടുത്തൊരു ബോട്ടും കൂടെ വരുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നിറച്ചും മീനുണ്ടെന്നാണ് അവിടെ നിൽപ്പേണ്ടത് തോന്നല്ലേ, പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോൾ ആകപ്പാട് ഒരു ബക്കറ്റ് മീനേ കാണത്തുള്ളൂ. എല്ലാത്തിനും അത് ചെറിയ ചെറിയ വാള മീനുകളൊക്കെ ഉള്ളു അല്ലേ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ കാഴ്ചകൾ. നമുക്ക് തിരിച്ചു പോവാം, റെഡിയല്ലേ? കടപ്പുറത്ത് വന്നാൽ പിന്നെ പോകാൻ ഭയങ്കര മടിയാണല്ലേ. കണ്ടോ, ഇവിടെ എല്ലാം കണ്ടോ, ഫുള്ള് ബോട്ടുകളാണ് എല്ലാം. ഇപ്പം അടുപ്പിച്ചു. അപ്പുറത്ത് നമ്മളെ നേരത്തെ കാണിച്ച കപ്പലൊക്കെ കാണാം. ശംഖ് വേണോ? കൊണ്ടുവന്നാ നീ? ഇവിടെ കണ്ടോ, ഇഷ്ടംപോലെ നമുക്ക് ശംഖുകൾ കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചു പോവാണ്. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ നിന്ന് പല സ്റ്റേറ്റുകളിലോട്ടും തമിഴ്നാടും കേരളത്തിലും ഒക്കെ ഉണ്ടോ, കർണാടക ഒക്കെ രജിസ്ട്രേഷൻ വണ്ടികൾ കാണാം. ഇവിടെ നിന്നാണ് എല്ലാ വണ്ടികളിൽ മീൻ ഓരോരോ സ്ഥലത്തോട്ട് കൊണ്ടുവന്നിട്ടോ. ഇപ്പം വിട്ടാൽ നാളെ രാവിലെ ആയിരിക്കും ചിലപ്പോൾ എത്തുന്നത്. ഞങ്ങളല്ല, ഈ വണ്ടികൾ, നമ്മളെ വണ്ടി ഇത് വെച്ചിട്ടുണ്ട്. കയറിക്കോ, അല്ല കയറല്ലെന്നില്ലേ. അപ്പോൾ ഞങ്ങളിത് ആ ബൈക്കിൽ പോകണം. പിന്നെ ഒരു കാരണത്തിൽ ഇപ്പോൾ ഹെൽമെറ്റ് ക്യാമറ വെച്ചുവിടാന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട്, ശരിയാണോന്ന് അറിയാൻ വയ്യ. നമുക്ക് നേരെ ബീച്ചിനോട് പോയിട്ട് പോവാം. വാടി, ഇന്ന് ബീച്ച്, വാടി പോവാം, വാടി പോവാം ഗായ്സ്. അപ്പോൾ നമ്മൾ ആ നട്ടുച്ച നേരത്ത് ഞാനും നമ്മളെ ആതിരയും കൂടെ കൊല്ലം ബീച്ചിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇറങ്ങിക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കൊല്ലം ബീച്ച്, പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊല്ലം ബീച്ചിൽ ഇപ്പോൾ ഭയങ്കര തിരയാണ്, കടലൊക്കെ കയറി ആകെ കുളമായിരിക്കുകയാണ്. ഞാൻ കാണിച്ചിരുന്നു, നമ്മൾ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ നടന്നു വേണം നമുക്ക് പോകാൻ. കടൽ കണ്ടപ്പോഴേ അവൾ ഇറങ്ങി ഓടി കേട്ടോ. നിൻ്റെ അച്ഛനെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കടലിൽ വെള്ളത്തിൽ ഇവിടെ ഇറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു പഴയ ഒരു വള്ളം കണ്ടോ, ഇത് വർക്കാവാത്ത വള്ളമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ചാടി അങ്ങ് എല്ലാത്തില്ലാത്ത അങ്ങ് കയറും ഉണ്ടോ. അപ്പോൾ ഇതൊരു വർക്കാവാത്ത വള്ളമാണ്, എല്ലാം പൊളിഞ്ഞ വള്ളം. നീയേ നമുക്ക് കടലിൻ്റെ അവിടെ പോയി കടലൊന്ന് കാണാം. അവിടെ മതി, എവിടെ പോകുന്നു നീ? അവിടെ ഇരി, ഓക്കെ അല്ലേ? എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. വൈകുന്നേരമൊക്കെ വരണം, കൊല്ലം ബീച്ചിൽ നല്ല തിരക്കാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞോ, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, നല്ലൊരു ബീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഫുള്ള് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അടിഞ്ഞ് കൂടി ആകെ അലമ്പായിരിക്കുകയാണ്, മൊത്തം വൃത്തികേടാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്യാനൊന്നും ഗവൺമെൻറ് ഒന്നും വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം കണ്ടാൽ തന്നെ അറിയാം, ഇത്രയും ആൾക്കാർ വരുന്നൊരു സ്ഥലത്തെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിട്ട് നിൽക്കുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് തൂത്ത് വാരുന്നവർക്ക് ഒരു ഗവൺമെന്റ് ജോലിയായിട്ട് തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഇതെല്ലാം സെറ്റ് ആവത്തില്ല. ഗവൺമെന്റ് ജോലിയായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും തൂത്ത് വൃത്തിയാക്കിയാലും ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആരാ അത് ഇടുന്നതിൻ്റെ ഉത്തരവാദി? ആരാ ഉത്തരവാദി? ഡസ്റ്റ്ബിൻ ഒന്നും ഇവിടെ ഇല്ല. അതൊരു കാരണം കൂടിയാണ് ഡസ്റ്റ്ബിൻ ഇല്ലാത്തത്. ഡസ്റ്റ്ബിൻ ഉണ്ട്, 1-2 സ്ഥലത്തേ ഉള്ളൂ. അതായത് പ്ലാസ്റ്റിക് ഇടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡസ്റ്റ്ബിൻ കൊടുക്കാതെ എന്നിട്ട് കാര്യമില്ല. പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറഞ്ഞാൽ പലയിടത്തും ബോർഡുണ്ട്, പക്ഷേ ആകെ 1-2 ഡസ്റ്റ്ബിനെ കാണത്തുള്ളൂ. പിന്നെ നമ്മളെ പോലുള്ളവരൊക്കെ തന്നെ പ്ലാസ്റ്റിക് ഇട്ടാണ് നശിപ്പിക്കുന്നത്. തിരമാല വരുമ്പോ ഇങ്ങനെ വരുന്നതും ഉണ്ട്. അതെന്തുകൊണ്ടാ? അത് ഇടുന്നോണ്ടാണല്ലോ ഇവിടെ വരുന്നത്. വേസ്റ്റ് ഉണ്ടോ? ഫുള്ള് വേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ബീച്ചിൻ്റെ ഇടം വരെ പോയിട്ട് കടലിൽ ഇറങ്ങാൻ പാടില്ല. പ്ലാസ്റ്റിക് ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്, എന്നാലും പ്ലാസ്റ്റിക് എങ്ങനെയാലും വരും. പ്ലാസ്റ്റിക് അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് നിർത്താനൊന്നും പറ്റത്തില്ല, പക്ഷേ നമുക്ക് വലിച്ചെറിയുന്നത് ഒഴിവാക്കാമല്ലോ. ഇതൊക്കെ ഇനി രാത്രി എങ്ങാണ്ട് പോകാനുള്ള വള്ളങ്ങളാന്ന് തോന്നുന്നു, എല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. കണ്ടോ, പ്ലാസ്റ്റിക് ഇപ്പോൾ കടൽ വലിഞ്ഞപ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഫുള്ള് കയറിയേ. കാക്ക
കാക്ക ഉണങ്ങുന്നതല്ല, കാക്ക കണ്ടോ ഇവിടെ കണ്ടോ, മൊത്തം പ്ലാസ്റ്റിക്കും കടലും. എന്ത് ചെയ്യാനാ, അപ്പുറത്താണ് മെയിൻ സ്ഥലം, അതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം മണ്ണും ഫുള്ള് എന്തൊക്കെയോ വേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൽ മാത്രമല്ല എല്ലാത്തരം വേസ്റ്റും ഉണ്ട്. കടൽ ഭയങ്കര ശോഭമാണ് കേട്ടോ. അതായത് കൊല്ലം ബീച്ച് ഏകദേശം ഇവിടം വരെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം കടൽ കയറിയിട്ട് ഒരുമാതിരി കുഴി പോലെ ആയി കണ്ടോ. ഇറങ്ങല്ലേ, അവിടെ നിന്നായി അച്ഛനെ വിളിച്ച് പറയണോ? അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോളെ കടലിൽ ഇറക്കരുത്. ഞങ്ങൾ കൊല്ലത്ത് വന്ന പിന്നെ ഞങ്ങൾ ഫുൾ ടൈം കടപ്പുറത്താണ് കേട്ടോ. ഇവളായിട്ട് ഞങ്ങൾ രാത്രി എന്നും ഇവിടെ വന്ന്, അതായത് കഴിഞ്ഞ ദിവസം മുളക് പൊടി മേടിക്കാൻ പോയിട്ട് നമ്മളിവിടെ വന്ന് മുളക് പൊടി വാങ്ങാൻ ഇറങ്ങിയതാണ്. എന്നിട്ട് ഞങ്ങൾ ബീച്ചിൽ വന്നിട്ടാണ് പോയത് കേട്ടോ. ഫുൾ ടൈം ബീച്ചിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ജസ്റ്റ് ഒന്ന് കാല് കാണിച്ചോ. നീന്തൽ അറിഞ്ഞിട്ട് എന്താ, നീന്തൽ അറിയുമെന്ന് പറഞ്ഞിട്ട് നീ ജസ്റ്റ് കാല് കാണിച്ചോ. കടപ്പുറം വന്നാൽ കാല് നനയ്ക്കണമെന്നാണ് നിയമം. ജസ്റ്റ് കാല് നനച്ചിട്ട് പോവാം. ഷൂ ഒക്കെ നനയും കേട്ടോ. ആ മതി, അവിടെ നിന്ന് നല്ല തേരാണ് കേട്ടോ. ഒരു തേരയും കൂടെ ജസ്റ്റ് ഒന്ന് കൊണ്ടിട്ട് പോവാം. അടുത്ത് തരം വരുന്നത്. ബാ നമുക്ക് ജസ്റ്റ് കാല് നനച്ചിട്ട് പോവാം. കാല് നനഞ്ഞില്ല. അയ്യോ ദാ വന്നു മതി നനഞ്ഞല്ലോ. കാല് നനഞ്ഞു, ജസ്റ്റ് കാല് നനയ്ക്കുന്നു പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി സെറ്റാണ്. നമ്മൾ മീനൊക്കെ പോയി, ഞങ്ങൾ മീനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. മീൻ 100 രൂപയുടെ മീനൊന്നും അവിടെ കിട്ടത്തില്ല. അതായത് മേടിക്കുകയാണെങ്കിൽ നല്ല ബൾക്കായിട്ട് മേടിക്കണം. അതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇന്നലെ വിൽക്കാനല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് മീനൊന്നും വാങ്ങിച്ചില്ല. നമുക്ക് 100 രൂപയുടെ മീനായിട്ട് നമ്മളെ വീടിൻ്റെ അവിടെ തന്നെ കിട്ടും അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ കൊല്ലം ബീച്ചിൽ വെച്ച് അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയണേ മറ്റേ കാര്യം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.